ഇപ്പൊ കണ്ടുവരുന്നത് യങ്സ്റ്റേഴ്സിനിടയിൽ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു ഫാക്റ്റാണ്. നമ്മൾ കണ്ണട ചിരിട്ടാക്കാൻ പറ്റില്ല, ഒരു ഫാക്റ്റാണത്. അപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനിടയിൽ അവയർനെസ് കൂട്ടണം. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഗർഭിണികളിലുള്ള HIV പോസിറ്റിവിറ്റി നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് അപ്പോൾ തന്നെ തുടങ്ങിയാൽ കുഞ്ഞുങ്ങളിലേക്കുള്ള ട്രാൻസ്മിഷൻ നമുക്ക് തടയാൻ പറ്റും. വെച്ചാൽ ഞങ്ങളിപ്പോൾ അത് അച്ചീവ് ചെയ്തൊരു സ്റ്റേറ്റ് ആണ് കേരളം. പക്ഷെ നമ്മളത് ഒത്തിരി പബ്ലിസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് എല്ലാ ഗർഭിണികളും ഇപ്പം വന്നിട്ടുള്ള എല്ലാ ഗർഭിണികളെയും നമ്മൾ കുഞ്ഞുങ്ങൾ നെഗറ്റീവായിട്ട് ജനിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ മുലയൂട്ടലിലൂടെയാണ് പിന്നെ ഉള്ള ഒരു സാധ്യത. അതും നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്യരുത് എന്നുള്ള രീതിയിൽ അഡ്വൈസ് കൊടുത്ത് മുലയൂട്ടൽ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ അതുവഴിയുള്ള ട്രാൻസ്മിഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ അവയർനെസ് നമ്മൾ നേരത്തെ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്തായാലും 8 മാസം 9 മാസം ആകുമ്പോഴത്തേക്കും എന്തായാലും HIV ടെസ്റ്റ് എല്ലാ ഗർഭിണികളും ചെയ്യുമല്ലോ. അപ്പോൾ അത് ചെയ്യുന്നത് കുറച്ച് നേരത്തെ ആക്കിക്കൂടെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അത് 3 months മുമ്പേ ആണെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവർ വിചാരിക്കും എന്നാൽ പ്രസവിക്കേണ്ട, MTP ചെയ്യണമെങ്കിൽ തന്നെ നേരത്തെ 3 months ഏർലി ആണെങ്കിൽ നമുക്ക് അത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഗർഭിണികളും ആദ്യത്തെ 3 മാസം ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം ഗർഭിണികൾക്ക് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ മെയിൽ ടു മെയിൽ സെക്സ് ചെയ്യുമ്പോൾ HIV വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യുന്നേ നമ്മൾ പറയുന്നുള്ളൂ. അതൊരു തെറ്റാണെന്നൊന്നും അല്ല നമ്മൾ പറയും. നമ്മൾ നോർമലൈസ് ചെയ്യണം എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ അഥവാ നിങ്ങൾ ഇതുവരെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് മെയിൽ സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ HIV സ്റ്റേറ്റസ് പരിശോധിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോമോഫോബിയ പരത്തൊന്നും അല്ല. വി ആർ ജസ്റ്റ് അഡ്വൈസിങ് ദം. ഇറ്റ്സ് എ ഡ്യൂട്ടി ടു ഡു ദാറ്റ്. അപ്പം ആദ്യമായിട്ട് സെക്ഷുവൽ എക്സ്പീരിയൻസ് നടത്തണമെങ്കിൽ മാരേജ് വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ആ ഒരു കാലം അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം കുട്ടികളെ അങ്ങോട്ട് പറയും അത് ഞങ്ങൾക്ക് സെക്സ് ഡ്രൈവ് വരും, അല്ലെങ്കിൽ ഞങ്ങൾ സെക്ഷലി മെച്ചുവർ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാം. ദേ ആർ ഓപ്പൺ. നമ്മൾ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു കൗണ്ടറാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ HIV സ്ക്രീനിങ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവയർനെസ് IEC മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് HIV നമ്മുടെ അതിനെക്കുറിച്ചുള്ള ബേസിക് അവയർനെസ് എല്ലാം നമ്മുടെ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ നമ്മൾ ആക്റ്റീവാണ്. അപ്പോൾ അതിന് നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് വഴിയും നമ്മൾ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ യൂഷ്വലി നമ്മൾ ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ മാസ് മീഡിയ, മിഡ് മീഡിയ, ഔട്ട്ഡോർ മീഡിയ വഴി എല്ലാം ഈസി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ എക്സിബിഷൻ എന്ന് പറയുന്നത്, എക്സിബിഷനിൽ പാർട്ടാവുക എന്നുള്ളത്. എന്തുകൊണ്ട് നമ്മളിവിടെ ഒരു സ്റ്റോൾ ഇട്ടു, കപ്പ കൾച്ചറൽ സ്റ്റോൾ ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്യാതറിങ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ വരും, അവരിവിടെ വിസിറ്റ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം HIV നിയന്ത്രണ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ തന്നെ നമ്മൾ 15 വയസ്സ് മുതൽ 49 വയസ്സിലുള്ള ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ പോലും ഇപ്പൊ കണ്ടുവരുന്നത് യങ്സ്റ്റേഴ്സിനിടയിൽ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളൊരു ഫാക്റ്റാണ്. നമ്മൾ കണ്ണട ചിരിട്ടാക്കാൻ പറ്റില്ല, ഒരു ഫാക്റ്റാണത്. അപ്പോൾ നമ്മൾ യങ്സ്റ്റേഴ്സിനിടയിൽ അവയർനെസ് കൂട്ടണം. ഒരുപാട് ആളുകൾക്ക് റിസ്ക് പെർസെപ്ഷൻ ഇല്ല. അതായത് അവർ മൾട്ടിപ്പിൾ സെക്സ്വൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ പോലും, മെയിൽ ഹാവിങ് സെക്സ് വിത്ത് മെയിൽ ആണെങ്കിൽ പോലും അവരുടെ സെക്ഷുവലി അവരുടെ ആ ഒരു റിസ്ക് ഉണ്ട്. അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് വരാനുള്ളതും HIV വരാനും ഹെപ്പറ്റൈറ്റിസ് B, C വരാനുള്ളതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വൈറസുകളെ അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ അവര് മനസ്സിലാക്കണം ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ അവരെ മോറലൈസ് ചെയ്യാൻ, ഇങ്ങനെ നിങ്ങൾ സദാചാരം പ്രസംഗിക്കാനൊന്നും അല്ല എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇരിക്കുന്നത്. അവരെങ്ങനെയാണോ അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ അവർക്ക് അവരുടേതായിട്ടുണ്ടായിരിക്കാം, അവരുടെ സെക്ഷൽ ലൈഫ് അവർക്ക് പ്രത്യേകം ഉണ്ടായിരിക്കാം, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. അതൊക്കെ അവരുടെ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പൊ അതിലൊന്നും കൈകടത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മൾ ആകെ പറയുന്ന ഇത്രയേ ഉള്ളൂ, എങ്ങനെ ആയിക്കോട്ടെ പക്ഷെ അവരുടെ സെക്ഷൽ ലൈഫ് ആയിക്കോട്ടെ, അവരുടെ ലൈഫ് സ്റ്റൈൽ, പക്ഷെ അത് ഹെൽത്തി ആയിരിക്കണം, അവർ സേഫ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മോറലൈസ് ചെയ്യാനല്ല ഇരിക്കുന്നത്, നമ്മളൊന്ന് നോർമലൈസ് ചെയ്യാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൽ ഓരോരുത്തരും അവരുടെ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമാകണം. എല്ലാ യങ്സ്റ്റേഴ്സും നമുക്കിപ്പം ഗുഡ് വിൽ അംബാസിഡേഴ്സ് ആയിട്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നീരജ് മാധവ് നമ്മുടെ ഗുഡ് വിൽ അംബാസിഡർ ആണ്. ശ്രീമതി മഞ്ജു വാര്യർ നമ്മുടെ ഗുഡ് വിൽ അംബാസിഡർ ആണ്. ഏറ്റവും പ്രധാനമായിട്ട് മോഹൻലാൽ സാർ നമ്മുടെ ഗുഡ് വിൽ അംബാസിഡർ ആണ്. അപ്പം അതുപോലെ തന്നെ സീരിയൽ ആക്ടർ യുവ കൃഷ്ണ നമ്മുടെ ഗുഡ് വിൽ അംബാസിഡർ ആണ്. ഇവരൊക്കെ നമുക്ക് വേണ്ടി അവയർനെസ്സിന്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്ന അതല്ല, ഓരോ യുവജനവും ഓരോ വ്യക്തിയും ഓരോ യങ്സ്റ്ററും നമ്മുടെ ഒരു അംബാസിഡർ ആവണം. അവരും നമ്മുടെ ഈ അവയർനെസ് പങ്കാളികളാവണം. ഇപ്പൊ തന്നെ നമ്മൾ സംസാരിച്ച ഒരുപാട് പേര് സോഷ്യൽ വർക്കേഴ്സ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ ചിലർ ഷോർട്ട് ഫിലിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അവയർനെസ്സിന് അവരും എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതൊരു നല്ല ലക്ഷണമായിട്ടാണ് കാണുന്നത്. അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ നമ്മുടെ പാർട്ടാവാൻ ആഗ്രഹിക്കുന്നു, താല്പര്യം കാണിക്കുന്നു പറയാൻ നമ്മളെ സംബന്ധിച്ച് സക്സസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്നത് ഇതാണ്, കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ അവർ ഫോളോ ചെയ്യുക. കാരണം ചിലർക്ക് സംശയം ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ പേജ് വഴി സിമ്പിളായിട്ട് അവയർനെസ് കൊടുക്കാം. പിന്നെ നമുക്ക് ടോൾ ഫ്രീ HIV ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 1097 എന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ പോലെ 24 hours ഹെൽപ്പ് ലൈൻ നമ്പറാണ്, മൾട്ടി ലിംഗ്വലാണ്, ഏത് ഭാഷയിലും ചോദിക്കാം. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള അവയർനെസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പറയുന്ന കണക്ക് നമ്മുടെ പ്രോഗ്രാംസിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ. കാര്യം നമ്മൾ 2025 ആകുമ്പോഴത്തേക്ക് 25ഓടുകൂടി കേരളത്തിൽ പുതിയ HIV അണുബാധ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ പെട്ടെന്ന് ലാസ്റ്റ് ലാപ്പ് ഓടുവാണ്. ഇപ്പം നമ്മൾ 2024 ആയി. 2025 ഒരു കഷ്ടിച്ച് ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ എത്ര സ്പീഡിൽ ഓടിയാലാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ സ്റ്റാളിൽ സ്ക്രീനിങ് നടക്കുന്നുണ്ട്, HIV സ്ക്രീനിങ്. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്താൽ, നേരത്തെ HIV ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ നേരത്തെ തന്നെ ചികിത്സ ആരംഭിക്കാൻ സാധിക്കും. നേരത്തെ ചികിത്സ ആരംഭിച്ചാൽ മരുന്ന് ശരിയായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ, ഇപ്പം മരുന്ന് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിൻ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ആരും അത് നഷ്ടപ്പെടുത്താതെ നേരത്തെ തന്നെ HIV ടെസ്റ്റ് ചെയ്യുക. പോസിറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചികിത്സ ഉടനെ ആരംഭിക്കുക. മരുന്ന് സൗജന്യം, കൗൺസിലിംഗ് എല്ലാം സൗജന്യമാണ്. ഇപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. എല്ലാവരും ടെസ്റ്റിങ്ങിലേക്ക് വരിക. ഇപ്പം നമ്മൾ ഇവിടെ വന്നാൽ ഇവിടെ ഫ്രീ ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് കിറ്റ് ഉണ്ട്, ആൻറ്റിബോഡി ടെസ്റ്റ് ആണ്. ഒരു 2 മിനിറ്റ് കൊണ്ട്, മാക്സിമം പോയ 5 മിനിറ്റ്സ് കൊണ്ട് റിസൾട്ട് അറിയാൻ പറ്റും. റിയാക്റ്റീവ് ആണെങ്കിൽ മാത്രം നമ്മുടെ സേവന കേന്ദ്രമായിട്ട് ടെസ്റ്റിംഗ് സെൻറ്റർ ജ്യോതിസ് ആണ് നമ്മുടെ ടെസ്റ്റിംഗ് സെൻറ്റർ. അവിടെ അവരെ റെഫർ ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൺഫർമേറ്ററി ടെസ്റ്റ് കൂടെ ചെയ്തതിന് ശേഷം മാത്രമേ ഒരാൾ പോസിറ്റീവ് നമ്മൾ ഡിക്ലെയർ ചെയ്യുള്ളൂ. അല്ലാതെ ഇവിടെ ഒരു സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ വ്യക്തിക്ക് HIV സാധ്യത. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്, ഫ്രീ ആണ്, അവർക്ക് കൺസെന്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഒരുപാട് യങ്സ്റ്റേഴ്സ് വന്ന് ധൈര്യത്തോടു കൂടി അവർ വന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് ലക്ഷണമാണ്. കാര്യം ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക, റിസ്ക് പെർസെപ്ഷൻ ഉണ്ടാവുക, അവർ ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു സീക്വൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ കപ്പയുടെ TV-യിലാണെങ്കിലും മാതൃഭൂമി ഡിജിറ്റലിലാണെങ്കിലും അതുപോലെ ക്ലബ് FM-ലൊക്കെ നമ്മുടെ അവയർനെസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ കൂടാതെ ഇപ്പം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇതുപോലുള്ള യൂട്യൂബേഴ്സാണ് ഞങ്ങൾക്കൊരു എനർജി തരുന്നതെന്ന് നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് ഓർഗനൈസേഷൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാര്യം യൂട്യൂബേഴ്സ് അത്രത്തോളമാണ് നല്ല റീച്ചുള്ള ഒരു യൂട്യൂബർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെ നന്ദിയും കൂടെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.